എത്തിങ്ങാനിൽ പോണതിന് മുന്നേ ഒരു യൂട്യൂബറാണ്. എൻ്റെ കുട്ടികളെ കൊണ്ടുവിടുന്നതിന് മുന്നേ യൂട്യൂബറാണ്. എൻ്റെ ഇക്കുള്ള ടൈമിൽ ഞാനൊരു യൂട്യൂബറാണ്. പക്ഷെ ഫേമസ് ആയത് നിങ്ങൾ എൻ്റെ ഇക്ക മരിച്ചതിൻ്റെ ശേഷം ആയിരിക്കും. എനിക്കില്ലേ പരീക്ഷണം പഠിച്ചോൻ തന്നുകൊണ്ടേയിരിക്കുന്നത്. അത് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അതിന്ന് ഞാൻ നിവർന്ന് വരും. അതെനിക്ക് 100% ഉറപ്പുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഇപ്പം ഇയാൾ ചെയ്ത മോശം പരിപാടി, എന്തൊക്കെ അനാവശ്യങ്ങളാണ് വിളിച്ചു പറയുന്നത്. ഒരു പെണ്ണിനൊക്കെ കയറി തല്ലെന്ന് പറഞ്ഞ ഒരു പാരൻസിന്, ഇത്രയും പാരൻസ് വരുന്ന സ്കൂളാണ് അവിടെ, ഇത്രയും മക്കൾ പഠിക്കുന്ന സ്കൂളാണ്. ഇങ്ങനത്തെ തെണ്ടിത്തര അവർ ഒരു മാഷാണ് എന്നെ കരുതല്ല. അവൻ്റെ പേരെന്താടാ? ചാച്ചോ ചാച്ചോ ചാച്ചനെ വിളിക്കും. എനിക്കറിയില്ല മാഷാണെന്ന്, ഒരു അധ്യാപകൻ ചെയ്യേണ്ട പണിയാണെന്ന് എനിക്കറിയില്ല. അവൻ പറഞ്ഞു നീ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവിടെ നിന്ന് എന്താണ് അവിടെ അഡ്മിഷൻ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നിന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് മാനക്കേടാണ്. അവരുടെ സ്ഥാപനത്തിന് അത് മോശമാണ്. അങ്ങനെ മോശമാവുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ നിന്ന് സംസാരിക്കണം. നല്ല രീതിയിൽ അവർ, ഞാൻ ഫസ്റ്റ് പോകുമ്പോൾ നല്ല യൂട്യൂബർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പെൺകുട്ടികൾ, എത്തിങ്ങാനത്തെ പെൺകുട്ടികൾ ഈ ഭാഗത്തേക്ക് വരില്ല. ആൺകുട്ടികൾ, ആ എത്തിങ്ങാനത്തെ പെൺകുട്ടികൾ ഫുള്ള് ഈ ചെക്കന്മാർക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കലാണ് അവരുടെ പണി. ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ്, ഞാൻ അതിൻ്റെ തെളിവ് സഹിതം നിങ്ങൾക്ക് ഇട്ടുതരാം. ഇൻസ്റ്റഗ്രാമിൽ വീട്ടിലെത്തിയ ഈ പെൺകുട്ടികൾ ഈ ആൺകുട്ടികൾക്ക് മെസ്സേജ് അയക്കല പണി. ഏത് രീതിയിലുള്ള മെസ്സേജ് ആണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അപ്പൊ ഇവർ ഇത്രയും നല്ല ആൾക്കാരാണെങ്കിൽ ഇവർ എത്തിങ്ങാനിൽ ഇത്രയും പെൺകുട്ടികളും എന്താണ് നിന്റെ കെട്ടിയവൻ പോയാ, ചാടിപ്പോയാ? കല്യാണം കഴിയുമ്പോഴേക്കും ചാടിപ്പോയാ ശിബില? ഭ്രാന്തുണ്ട് അതെനിക്ക്, നല്ല ഭ്രാന്തുണ്ട് അല്ലേ? അതെനിക്ക് മനസ്സിലായി കേട്ടാ. കെട്ടനോട് അധികം കാലമൊന്നും ഇരിക്കില്ല ഈ സ്വഭാവത്തിന്. ഭ്രാന്ത് എനിക്കല്ല, നിന്റെ. വീണ്ടും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മുടെ സാജിയുടെ പ്രശ്നങ്ങൾ അതിരൂക്ഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവാം. കുടുംബത്തിന്റെ ഉള്ളിൽ നിന്നും അവരെ സഹായിക്കേണ്ടയും സംരക്ഷിക്കപ്പെടേണ്ട ആളുകളുടെയും ഭാഗത്തു നിന്ന് കിട്ടുന്ന മോശമായിട്ടുള്ള പെരുമാറ്റങ്ങളും പ്രവൃത്തികളും മാനസികമായിട്ട് അവരെ ഭയങ്കരമായിട്ട് തളർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ അടുത്തിടെ അവരുടെ ലൈവും വീഡിയോസിലൊക്കെ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളാണ് പറയുന്നത്. എന്തിനാണാവോ അവരെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവുന്നില്ല. അതേപോലെ മണ്ണാർക്കാട് കുട്ടികൾ പഠിക്കുന്ന ദാറുൽ നജാത്ത് യത്തീംഖാനെ കുറിച്ചിട്ട് അവർ ഒരു ലൈവിൽ പറയണ്ടായി. വളരെ മോശമായിട്ടുള്ള രീതികളാണ് അവിടുത്തെ മാനേജ്മെന്റ് പിന്തുടരുന്നതും. അവിടുത്തെ കുട്ടികളൊന്നും സുരക്ഷിതരല്ല. പിന്നെ പെൺകുട്ടികളൊക്കെ ഇൻസ്റ്റാഗ്രാമിലൂടെ അവിടുത്തെ പയ്യന്മാരായിട്ട് ഭയങ്കര ചാറ്റിംഗ് ആണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതിന്റെ തെളിവുകളൊക്കെ അവരുടെ കയ്യിലുണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്കറിയില്ല എന്താണ് സത്യം എന്നൊന്നും. പക്ഷെ എന്താണെങ്കിലും യത്തീംഖാനയിൽ പഠിക്കുന്ന മക്കള് നമ്മുടെ കാഴ്ചപ്പാടിൽ അവര് നല്ല രീതിയിലാണ് വളരുന്നത് എന്നുള്ളതാണ് ഞാനൊക്കെ വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ ഈ അടുത്ത് കേട്ട പല കാര്യങ്ങളിലും വളരെ മോശമായ രീതി അവിടെ പല യത്തീംഖാനകളിലൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ അവിടുത്തെ മാനേജ്മെന്റ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും സെപ്പറേറ്റ് ആണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും മക്കളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം എന്നാണ് മാനേജ്മെന്റിനോട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഓരോരുത്തരുടെ അനുഭവങ്ങളാണല്ലോ ഓരോരുത്തർ പറയുന്നത് വീഡിയോസിലൊക്കെ വന്നിട്ട്. പിന്നെ അവരുടെ ഈ സാജിയുടെ മക്കൾക്ക് അവിടെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, അവിടുത്തെ മാനേജ്മെന്റ് വളരെ മോശമായിട്ട് ക്രൂവലായിട്ട് പെരുമാറിയ കാര്യങ്ങളൊക്കെ അവര് പറയുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അതൊക്കെ വളരെ മോശമാണ്. ഒരു സ്ത്രീ എന്നുള്ള പരിഗണന കൊടുക്കണം. ഒന്നില്ലെങ്കിലും അവരൊരു യൂട്യൂബറാണ്. അത് മാത്രമല്ല ഒരു 5 മക്കളെ പ്രസവിച്ചിട്ട് ഉമ്മയാണ്. ഒരു ഭർത്താവില്ലാത്ത ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ഭാര്യക്ക് മുന്നോട്ട് ഈ മക്കളെ കൊണ്ടുപോകുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു സപ്പോർട്ടാണ് അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത്. അവർക്ക് വേറെ ജോലിയൊന്നുമില്ല. ഈ യൂട്യൂബിന്റെ വരുമാനം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. 5 മക്കളെ സംരക്ഷിക്കണ്ടേ? ഒരു മക്കള് 2 മക്കളുള്ള ആളുകളെ തന്നെ സംരക്ഷിക്കാൻ ഇന്നത്തെ കാലത്ത് നമ്മളൊരു ജോലി ചെയ്ത് നമ്മളെ വരുമാനം കൊണ്ട് കഴിയുന്നില്ല. കാരണം അവരുടെ വസ്ത്രം, വിദ്യാഭ്യാസം, മറ്റ് ചെലവുകളൊക്കെ നമ്മൾ വഹിക്കണ്ടേ? ഇതൊക്കെ രക്ഷിതാക്കളെ ബാധ്യത തന്നെയല്ലേ? അതിന്റെ കൂടെ ഉപ്പാന്റെ സഹായം അല്ലാതെ ഒരു ഉമ്മ എന്നുള്ള രീതിയിൽ എത്ര സ്ട്രെയിൻ ചെയ്തിട്ടാണ് ആ സ്ത്രീ പോകുന്നതെന്ന് പറയാൻ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവരുടെ വീടുമായി കുടുംബപരമായിട്ട് നടക്കുന്ന വിഷയങ്ങളെ കുറിച്ചൊന്നും ഞാൻ കൂടുതലൊന്നും ഇവിടെ പറയുന്നില്ല. എല്ലാവരും എല്ലാ വിഷയങ്ങളും അറിയുന്നതാണ്. അവർ ദിവസവും ലൈവ് വരുന്ന ആളാണ്, വീഡിയോ ഇടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. അവരുടെ പ്രയാസഘട്ടങ്ങളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പിന്നെ വേറെന്താ പറയാനുള്ളത്? നമ്മളാൽ കഴിയുന്ന സഹായങ്ങളും സപ്പോർട്ടുകളും നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുക. അതായത് ഒരു വീഡിയോ കണ്ടിട്ട് കഴിഞ്ഞാൽ പോലും അവർക്ക് അതിന് എന്തെങ്കിലും ഒരു ഇൻകം കിട്ടും. നമ്മൾ നെറ്റ് ചെലവാക്കുന്ന സമയത്ത് അവർക്കൊരു ഇൻകം കിട്ടും. അപ്പൊ അതുപോലത്തെ സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. സാമ്പത്തിക സഹായം മീൻസ് ഉള്ളവരില്ലാത്തവരെ സഹായിക്കുക എന്നുള്ള ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് കഴിയുന്ന പരമാവധി കഴിവുള്ള ആളുകൾ സഹായിക്കാൻ പറ്റുന്നവരെ സഹായിക്കുക. അതുകൊണ്ടൊന്നും നമുക്കൊന്നും നഷ്ടപ്പെടുകയൊന്നുമില്ല.
പിടിച്ചു പറിച്ചു വാങ്ങുന്നത് മാത്രമേ തെറ്റുള്ളൂ. നമ്മൾ അറിഞ്ഞ് നമ്മുടെ മനസ്സിൽ അറിഞ്ഞ് നമ്മൾ കൊടുക്കുന്ന ഓരോ സഹായവും ഓരോരുത്തരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അകറ്റാൻ കാരണമാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പുണ്യം നമുക്ക് കൂടെ കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ ഈ വിഷയത്തെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ. അത് അവരുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ആ സഹോദരിയുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വണക്കം.